കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി എം ജോൺ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രാതിനിധ്യത്തിൽ അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യതാ മാനദണ്ഡമാക്കിയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. ഏതെങ്കിലും ജില്ലയ്ക്ക് പ്രാതിനിധ്യമില്ല എന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയില്ലെന്നും മന്ത്രി റോജി എം ജോൺ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. പോലീസ് അത് കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ നടത്തി അതിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. കുടുംബത്തിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കും. പ്രത്യേകിച്ച് പട്ടികയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത്. സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ കാറ്റഗറി ഉണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് വിവിധ പ്രിൻസിപ്പൽമാരുടെ, അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച ഏതെങ്കിലും വ്യക്തിയുടെ യോഗ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ആർക്കെങ്കിലും ഉയർത്തി കാണിക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഈ സർവകലാശാലയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്.